മക്കളെ, ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 4ാം ക്ലാസ്സിലെ മാത്സ് ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. LSS ക്ലാസ്സുകൾ എന്നാ തുടങ്ങുകയെന്നൊക്കെ മക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം തുടങ്ങും. മക്കളെല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 1. ചേർത്ത് വരക്കാം. യോജിച്ചവ ചേർത്ത് വരക്കുക. ചതുരക്കട്ട, ഗോളം, വൃത്തസ്തൂപിക, സമചതുരക്കട്ട. 1 ചതുരക്കട്ട, 2 ഗോളം, അത് പന്താണ്. 3 വൃത്തസ്തൂപിക, 4 സമചതുരക്കട്ട. ക്വസ്റ്റ്യന് പട്ടിക പൂർത്തിയാക്കുക. ചതുരത്തിൻ്റെയും സമചതുരത്തിൻ്റെയും ചില പ്രത്യേകതകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഓരോന്നിനും യോജിച്ചവ എഴുതി പട്ടിക പൂർത്തിയാക്കുക. ചതുരം 4 വശങ്ങളുണ്ട്, 4 മൂലകളുണ്ട്. അടുത്തത് എന്തെഴുതാം? എതിർവശങ്ങൾ തുല്യമാണ് അല്ലേ? എതിർവശങ്ങൾ ഒരേ നീളമല്ലേ? അടുത്ത കോളത്തിൽ സമചതുരം 4 വശങ്ങളുണ്ട്, 4 മൂലകളുണ്ട്. എല്ലാ വശങ്ങളും ഒരേ നീളമായിരിക്കും, അതായത് എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. ക്വസ്റ്റ്യന് ചുവടെ തന്നതിൽ സമചതുരക്കട്ട നിർമ്മിക്കാൻ കഴിയുന്ന ചിത്രം ഏതാണ്? ശരിയായതിന് നേരെ ടിക്ക് അടയാളം ഇടുക. ആൻസർ സി ആണ്. പ്രവർത്തനം 2. പട്ടിക പൂർത്തിയാക്കുക. ക്വസ്റ്റ്യന് ഇതാ കോളം തന്നിട്ടുണ്ട് അല്ലേ? പക്കത്തിൽ എത്ര എഴുതിയിട്ടുള്ളത്? 4485. അത് അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് 4485. അടുത്ത കോളത്തിൽ അക്ഷരത്തിൽ എഴുതിയത് എന്താണ്? 8705. പക്കത്തിൽ ഇതുപോലെയാണ് എഴുതുക. അടുത്തത് 9999. മക്കൾ ആൻസർ ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2094 എന്നീ കാർഡുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏതാണ്? വന്നാൽ ആദ്യം വലിയ അക്ക എഴുതണം. ഏതാണ്? 9. 9 കഴിഞ്ഞിട്ട് ഏറ്റവും വലുത് 4, പിന്നെ 2, 0. അതായത് വലിയ സംഖ്യ ആദ്യം എഴുതിയിട്ട് ലാസ്റ്റ് ചെറിയ സംഖ്യ എഴുതുക. ഇവിടെ 2 അല്ല 0 ആണ് എഴുതേണ്ടത്. സി ക്വസ്റ്റ്യന് മുകളിലെ കാർഡുകളെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏതാണ്? 2094 എന്നീ അക്കങ്ങളാണല്ലേ കാർഡിലുള്ളത്. 2049, അതായത് 2049. ചെറിയ സംഖ്യ ആദ്യം എഴുതുക, അവസാനം വലിയ സംഖ്യ എഴുതുക. 0 വന്നാൽ നമ്മൾ രണ്ടാമതാണ് ചേർക്കേണ്ടത് കേട്ടോ. 2094 എഴുതരുത് കേട്ടോ, 49 ചെറുത്. ഈ ക്വസ്റ്റ്യന് 9080 നേരെ ടിക്ക് അടയാളപ്പെടുത്തുക. ആൻസർ ഡി ആണ്. ക്വസ്റ്റ്യന് പ്രവർത്തനം 3. സംഖ്യാശലഭം. ക്വസ്റ്റ്യന് പാറ്റേൺ പൂർത്തിയാക്കുക. 17450, 17550, 17650. അടുത്തത് 17750, 17850. സംഖ്യൻ്റെയും കൂടെ 100 കൂട്ടുന്നത് അല്ലേ? അടുത്തത് 4200, 4700, 5200. അടുത്ത സംഖ്യ ഏതാണ്? 5700, 6200. ഇവിടെ 500 കൂട്ടുന്നത്. ഈ സംഖ്യാശലഭത്തിലെ വിട്ടുപോയ സംഖ്യകൾ എഴുതുക. 90875 സംഖ്യ. ഇതിൽ 98 100, 7 10, 5 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഒന്നുകളാണ് 9875 ഒന്നുകൾ. ഇവിടെ എത്ര ആയിരം, എത്ര 1? 9875 1. അടുത്തത് 9000 800 75 1. 9000 800 7 10 5 1. 987 10 5 1. ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യയുമായി ബന്ധപ്പെട്ട് ശരിയായതിന് ടിക്ക് അടയാളം ഇടുക. ആൻസർ ബി ആണ്. ഏറ്റവും വലിയ നാലക്ക സംഖ്യയേക്കാൾ 1 കൂടുതൽ. പ്രവർത്തനം 4. ഫീൽഡ് ട്രിപ്പ്. ഇതിൽ എയോ ബിയോ ഒന്ന് ആൻസർ ചെയ്താൽ മതി. സ്കൂളിലെ 4ാം ക്ലാസ്സിലെ കുട്ടികൾ ഫീൽഡ് ട്രിപ്പിന് പോയപ്പോൾ ചെലവായ തുക ചുവടെ കൊടുത്തിരിക്കുന്നു. വണ്ടിക്കൂലി 5000 രൂപ, ഭക്ഷണം 2000 രൂപ, പ്രവേശന ഫീസ് 1500 രൂപ. ക്വസ്റ്റ്യന് ഫീൽഡ് ട്രിപ്പിന് ചെലവായ ആകെ തുക എത്ര? ായിട്ട് കൂട്ടുക അല്ലേ? ആൻസർ 8500 രൂപ. ബി ക്വസ്റ്റ്യന്
ചെലവായ തുക അബാക്കസിൽ വരച്ചു ചേർക്കുക. 8000 500 8500 ആണല്ലോ അല്ലേ. 10ൻ്റെയും 1ൻ്റെയും സ്ഥാനത്ത് 0 അപ്പോൾ അവിടെ ഒന്നുമില്ല. പ്രവേശന ഫീസ് കൊടുത്തത് 500ൻ്റെയും 100ൻ്റെയും നോട്ടുകളായാണ്. നോട്ടുകളുടെ എണ്ണം എഴുതുക. പ്രവേശന ഫീസ് 1500 രൂപയാണ് അല്ലേ. അപ്പോൾ 500ൻ്റെ 2 നോട്ട്, 100ൻ്റെ 5 നോട്ട്. ക്വസ്റ്റ്യന് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായതിനു നേരെ ടിക്ക് അടയാളം ഇടുക. ശരി ഉത്തരം എയും സിയും ആണ്. എ എന്താണ്? 5 500 രൂപ ചേർന്നാൽ 2500 രൂപയാകും. സി 4 500 രൂപയും 5 100 രൂപയും ചേർന്നാൽ 2500 രൂപയാകും. പ്രവർത്തനം 4 ബി ഗണിതമേള. സ്കൂൾ ഗണിതമേള നടത്തിയപ്പോൾ ചെലവായ തുക താഴെ കൊടുത്തിരിക്കുന്നു. ഫോം ബോർഡ് 4500 രൂപ, സ്റ്റിക്കർ പേപ്പർ 2000 രൂപ, മറ്റു സാമഗ്രികൾ 3000 രൂപ. അതിൽ എ ക്വസ്റ്റ്യന് ഗണിതമേളക്ക് ചെലവായ ആകെ തുക എത്ര? ഇത് ടോട്ടൽ കൂട്ടുക അല്ലേ. എത്ര കിട്ടി? 9500. മനസ്സിലാവില്ലേ മക്കളെ? ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. അടുത്തത് ബി ക്വസ്റ്റ്യന് ചെലവായ തുക അബാക്കസിൽ വരച്ചു ചേർക്കുക. 1000ൻ്റെ സ്ഥാനത്ത് 9 മുത്തുകൾ, 100ൻ്റെ സ്ഥാനത്ത് 5 മുത്തുകൾ, 10ൻ്റെ സ്ഥാനത്തും 1ൻ്റെ സ്ഥാനത്തും മുത്തുകളില്ല. നേരത്തെ പറഞ്ഞതുപോലെ 0 ആണെങ്കിൽ മുത്ത് വേണ്ട. സി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായതിന് നേരെ ടിക്ക് അടയാളം ഇടുക. എ 9 500 രൂപ ചേർന്നാൽ 4500 രൂപയാകും. ഇത് ശരിയാണ്. ഇനി ബി 7 500 രൂപയും 5 100 രൂപയും ചേർന്നാൽ 4500 രൂപയാകും. ശരിയല്ല. 8 500 രൂപയും 5 100 രൂപയും ചേർന്നാൽ 4500 രൂപയാകും. ഇത് ശരിയാണല്ലേ. അപ്പോൾ ആൻസർ ഏതാണ്? രണ്ടാമത്തേതാണ്. എയും സിയും ശരിയാണ്. ഈ ക്വസ്റ്റ്യന് സാധനങ്ങൾ കൊണ്ടുവന്ന വണ്ടി വാടക 1100 രൂപയാണ്. 200ൻ്റെയും 100ൻ്റെയും നോട്ടുകളാണ് കൊടുത്തത്. നോട്ടുകളുടെ എണ്ണം എഴുതുക. 200ൻ്റെ 5 നോട്ടുകൾ അപ്പോൾ എത്രയാകും? 1000. 100ൻ്റെ 1 നോട്ട് 1100. സ്കൂളിൽ കഴിഞ്ഞ വർഷം അവസാനമായി ചേർന്ന കുട്ടിക്ക് നൽകിയ അഡ്മിഷൻ നമ്പർ 1590 ആയിരുന്നു. അതിൽ എ 1590ൻ്റെ മുന്നിലും പിന്നിലുമുള്ള സംഖ്യകൾ എഴുതുക. 1589, 1591. ബി ഈ വർഷം പുതുതായി ചേർന്ന 25 കുട്ടികളുടെ അഡ്മിഷൻ നമ്പർ കൊടുത്താൽ അവസാനം ചേർന്ന കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ എത്ര? ആൻസർ 1615. ഈ ക്വസ്റ്റ്യന് ഈ വർഷം 10ാമത്തെ അഡ്മിഷൻ നേടിയ കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ എത്ര? ക്കുന്നതിൽ ശരിയായതിനു നേരെ ടിക്ക് ഇടുക. 1600 ആണ്. 1590ൻ്റെ കൂടെ 10 കൂട്ടുക. ഡി പാറ്റേൺ പൂർത്തിയാക്കുക. 1100, 1150. ഇതാ കൂട്ടിയിട്ടുള്ളത് അല്ലേ. ഇനി ഇതിനോട് 100 കൂട്ടിയപ്പോൾ 1250 കിട്ടി. ഇതിനോട് 150 കൂട്ടി 1400 കിട്ടി. ഇതിനോട് 200 കൂട്ടി 1600 കിട്ടി. അടുത്ത സംഖ്യ 250 ആണ് കൂട്ടേണ്ടത്. എത്രയാവും? ആൻസർ 1850 കിട്ടും. പ്രവർത്തനം 5 ബി നിക്ഷേപ പദ്ധതി. സ്കൂളിലെ സമ്പാദ്യ പദ്ധതിയിൽ ചേർന്ന കുട്ടികൾക്ക് നൽകിയ പാസ്ബുക്കുകൾക്ക് തുടർച്ചയായ അക്കൗണ്ട് നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. മനുവിൻ്റെ അക്കൗണ്ട് നമ്പർ 1550 ആയിരുന്നു. സജിയുടെ നമ്പർ 1369 ആണ്. എ ക്വസ്റ്റ്യന് 1369ൻ്റെ മുന്നിലും പിന്നിലുമുള്ള നമ്പർ എഴുതുക. 1368, 1370. ഈ മനു മുതൽ സജി വരെ എത്ര കുട്ടികൾ സമ്പാദ്യ പദ്ധതിയിൽ ചേർന്നു? ആൻസർ 20 കുട്ടികൾ. ഈ 1350 തുടങ്ങി 10ാമത്തെ കുട്ടിയുടെ അക്കൗണ്ട് നമ്പർ ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായതിനു നേരെ ടിക്ക് ഇടുക. മൂന്നാമത്തേതാണ് 1359. ഡി പാറ്റേൺ പൂർത്തിയാക്കുക. ആൻസർ 4670. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.